ഗൈസ് ഐ ആം ബാക്ക്. അപ്പോൾ നമ്മൾ കുറേ ദിവസമായി വ്ളോഗിൻ്റെ സാധനം എടുത്തില്ല, കുറേ കണ്ടന്റ് ഉണ്ടായിരുന്നു, ഞാൻ എടുത്തില്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി ഞാൻ വേട്ടനും സുധേച്ചിയും കൂടിയിട്ട് ഒരു അമ്പലത്തിൽ പോവാണ്. ബാലാജി ടെമ്പിൾ, ശ്രീ വെങ്കടേശ്വര ബാലാജി ടെമ്പിൾ. അത് ബർമിംഗ്ഹാമിലാണ്. ലിവർപൂളിൽ നിന്ന് ബർമിംഗ്ഹാമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാറിലാണ് സുധേച്ചിയും രണ്ടാളും. അപ്പോൾ എന്തായാലും നമ്മൾ എൻജോയ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ വിവേട്ടൻ സുധേച്ചി ഹോളിഡേയിലാണ് കേട്ടോ. അപ്പം നമ്മൾ അത് എൻജോയ് ചെയ്യുകയാണ് ഗൈസ്. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം. സുധേച്ചി പറയാണ് മുടി കളർ ചെയ്ത് എന്തേ വ്ളോഗ് എടുക്കാഞ്ഞത്. അപ്പോൾ വിവേട്ടൻ ചോദിക്കുക അതിപ്പോൾ എന്തത് ഇത്ര വലിയ കാര്യമാണോ? വിവേട്ടൻ മുടി കളർ ചെയ്തിട്ടുണ്ട്. ഏത് മുടി? അപ്പോൾ നമ്മൾ വീട്ടിൽ എല്ലാവരും കൂടി ഒറ്റയടിക്ക് മുടി കളർ ചെയ്തു. യദു കളർ ചെയ്തു, ഡൊമിനിക് കളർ ചെയ്തു, ഞാൻ ചെയ്തു. അപ്പം നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്നറിയാം. എനിക്ക് എൻ്റെ തലയിൽ മുടി കളർ ചെയ്തിട്ടുണ്ട് ഗൈസ്. നിങ്ങൾ രസമുണ്ടോ ഇല്ലയോ നിങ്ങൾ കമൻസിൽ പറയൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും അമ്പലത്തിൽ എത്തിയിട്ട് കാണാം. We reached our destination, ശ്രീ വെങ്കടേശ്വര ബാലാജി ടെമ്പിൾ. അമ്പലം ഇതാട്ടോ. അമ്പലം ദൂരത്ത് കാണുന്നുണ്ടല്ലോ. അങ്ങോട്ട് പോകും നമ്മൾ. വേട്ടൻ റൈഡ് ചെയ്ത് പാർക്ക് ചെയ്യാൻ പോവുകയാണ്. ആഹാ, സ്പോട്ട് കിട്ടി. ഫുഡ് കഴിക്കാൻ സ്പോട്ട് കിട്ടി. വിശക്കുന്നുണ്ട്. അമ്പലത്തിൽ വന്നെയാണോ ഫുഡ് കഴിക്കാൻ വന്നെയാണോ ശ്രദ്ധിച്ചേ? ഒരു സംശയം. അപ്പൊ നമ്മൾ എത്തിച്ചാട്ടാ വണ്ടി ഓടിച്ച് മുട്ട് വേന എടുക്കുന്നുണ്ട്. വയസ്സായില്ലേ? അപ്പൊ നമ്മൾ എത്തിട്ടോ. നല്ല വെയിലുണ്ട്. സുധേച്ചി ഫുഡ് കഴിക്കേണ്ട കാര്യം പറയാണ്. വയറ് വിശക്കുന്നു. അമ്പലത്തിലേക്ക് വന്നെയാണ്. നമ്മൾ ഫുഡ് കഴിക്കും. ഞങ്ങളൊരു ചായ കുടിക്കാൻ കയറാൻ പോവാണ്. അതാണ് പ്ലാൻ അല്ലേ സുധേച്ചി? ചായ മുഖ്യം. ചായ അല്ല, കാപ്പി. നമ്മൾ കയറിട്ടോ. എൻട്രൻസ് കയറിയിട്ട് കാണാം. ഇതാണ് നമ്മുടെ ഷോപ്പ്. നമ്മുടെ നാട്ടിലെത്തിയ പോലെ ഇല്ലേ നിങ്ങൾക്ക്? ഗുലാബ് ജാമുനും നട്ട്സും എന്താ വേണം, എന്താ ഉള്ളു ഇവിടെ? നമ്മൾ സാധനം ഓർഡർ ചെയ്യാൻ പോകട്ടോ. നമ്മൾ മെതുവട വാങ്ങി 3 ഫിൽറ്റർ കോഫി വാങ്ങാൻ പോവാണ്. എല്ലാം ഉണ്ട് കേട്ടോ, ദോശകളെല്ലാം ഉണ്ട്. നമ്മളെ വടയും കൊണ്ട് വേട്ടൻ പോവുകയാണ്. എന്താ ചിരി? ഫുഡ് കിട്ടിയപ്പോൾ എന്താ ചിരി? നമ്മൾ പോളിങ്ങിലേക്ക് പോവുകയാണ്. ചെറിയ വടയാണല്ലോ, ചെറിയ വടയാണ് കേട്ടോ. UK വട. അതർപ്പം തന്നെയാണ്. നമ്മുടെ അമ്പലം കഴിഞ്ഞ് പോകുന്നില്ല. അമ്പലം കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിച്ചു. അല്ല, നമ്മൾ ഉച്ചക്ക് നമ്മൾ ഉച്ചക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ വന്നിട്ട് ഒരു കോഫിയും ഫിൽറ്റർ കോഫിയും ഒരു ഉഴുന്നുവടയും അതാണ് നമ്മളിപ്പോൾ കഴിച്ചത്. സുധേച്ചിൻ്റെ കമ്മൽ വീണു. അപ്പം അമ്പലം തടാ അടുത്തെത്തിയിട്ട് കാണാം. സുധേച്ചിൻ്റെ അഭിപ്രായം മാനിച്ച് നമ്മൾ എൻ്റെ തനതായ ഭാഷയിലേക്ക് പോവുകയാണ്. ഇവിടെ കുറച്ച് പിള്ളേർ എന്തെല്ലോ കഴിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ എന്തോ ഭക്ഷണമുണ്ട്. ഇവിടെ ഒരു അമ്മമ്മ വരുന്നുണ്ട്. ഇതാണ് അമ്പലം. ഇവിടെ ഫുഡ് എന്തോ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ കഴിക്കാം, ട്രൈ ചെയ്യണം. തൊഴുത് വന്നിട്ട് നമ്മളത് കഴിക്കുന്നതായിരിക്കും. നമ്മൾ ജീവിക്കുന്ന എന്തിനാ? ഫുഡ് കഴിക്കാനാണ്. എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞാനും ഭക്ഷണപ്രിയനാണ്. നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് ജീവിക്കുന്നു എന്നുള്ളൊരു സാധനമുണ്ട്. ശ്രുതിയേച്ചി പറയുന്നത് കേട്ടോ. ഇതാണ് നമ്മളെ കപ്പിൾ ഗോൾസ്. കപ്പിൾ ഷൂട്ടാണത്. ഇതാണ് നമ്മുടെ ഈ ഭാഗത്തുള്ളതിൽ വെച്ചിട്ട് നല്ലൊരു ടോപ്പ് ടെമ്പിളാണ്. ടോപ്പ് ടെമ്പിളാണ്.
കുറച്ച് വലുപ്പവും. വിഷ്ണുവിൻ്റെ അമ്പലമാണ്. വിഷ്ണു ടെമ്പിളാണ്. മറ്റേ ടെമ്പിൾസ് നമ്മുടെ നാട്ടിൽ അവിടത്തേക്ക് ലിവർപൂളിലൊക്കെ ചെറിയ ചെറിയ അമ്പലമാണ്. പക്ഷെ ഇതൊരു നമ്മളെ ഒരു തഞ്ചാവൂരെല്ലാം പോയ തഞ്ചാവൂര് പോയ ഒരു അമ്പലത്തിൻ്റെ ഒരു ഫീൽ ഉണ്ട്, നാട്ടിലെ ഒരു ഫീൽ കിട്ടുന്നുണ്ട്. ഇത് നല്ല ഏരിയ ഉണ്ട് കേട്ടോ, നല്ല അടിപൊളിയായിട്ട് ബിൽഡിങ്ങും കാര്യങ്ങളും പാർക്ക് പോലെ സെറ്റപ്പ് ആക്കി. പിന്നെ ഞങ്ങളിവിടെ കഴിഞ്ഞ പ്രാവശ്യം വന്നതാണ്. അപ്പോൾ ഇതാണ്, ഇവിടെയാണ് വിഷ്ണുവിൻ്റെ. പിന്നെ ഇവിടെ കുറേ എല്ലാം സെറ്റായിട്ട് വെച്ചിട്ടുണ്ട്. ശിവൻ അല്ലേ, എല്ലാവരും ഉണ്ട്, എല്ലാ പ്രതിഷ്ഠയുണ്ട് അല്ലേ ഉണ്ട് ഈ അമ്പലത്തിൽ. ഇവിടെ ഉണ്ട് ആനകൾ. മെയിൻ എൻട്രൻസ് അടിയിരുന്നു. ഇവിടെ ഇതാണ് നമ്മളെ മെയിൻ എൻട്രൻസ്. അപ്പം UK ഭക്തജനങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം അമ്പലങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ. പിന്നെ അതേപോലെ ഇസ്കോൺ ഉണ്ടല്ലോ, ലണ്ടനിൽ ഇസ്കോൺ ടെമ്പിൾ ഉണ്ട്. അതുണ്ട്, അതും ബാലാജി ടെമ്പിൾ. ഇതാണ് റിസപ്ഷൻ. വഴിപാട് വല്ലതും കഴിക്കണമെങ്കിൽ ഇവിടെ കയറാം. ശ്രദ്ധിച്ച് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നല്ല ലഡു കിട്ടുന്നുണ്ട്. ലഡു നമുക്ക് ലഡു കഴിക്കാൻ നോക്കാം. കെട്ടിയിട്ട് പ്രസാദം കെട്ടിയിട്ട് കഴിക്കുന്ന വെച്ചാൽ ഇത് റിസപ്ഷൻ്റെ ഉള്ളാട്ടോ. ഇവിടെ ഒരു ഗണപതി പ്രതിഷ്ഠയുണ്ട്, ഗണേശൻ. അമ്പലം മേലെയാ, ഇങ്ങനെ ഇതിൻ്റെ മേലെ കയറണം. ഇതാണ് അമ്പലം. ശരാ ശിക്കണേ താട്ടാ. അമ്പലത്തിൻ്റെ ഉള്ളിൽ നല്ല സെറ്റപ്പാട്ടോ, പ്രതിഷ്ഠിത ഈശ്വര. ഇവിടെ വഴിപാടും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഫുള്ള് ഹൈടെക്കാണ് കേട്ടോ ഗൈസ്. ദിസ് ഈസ് അവർ ഹൈടെക് വഴിപാട് മന്ദിരം. കണ്ടില്ലേ, എന്താ മൂട്. പ്രതിഷ്ഠയുണ്ട്. വേറെ ശ്രദ്ധിച്ച് അവിടെ നിന്ന് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ആലോചിച്ച് ചെയ്യുകയാണ്. അവിടെ വേറെ പ്രതിഷ്ഠയുണ്ട്. അതിൻ്റെ ഉള്ളിൽ കയറിയാൽ ചിലപ്പോൾ എടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ നിൽക്കുന്നതേ ഉള്ളൂ. നമുക്ക് എന്തായാലും അമ്പലത്തിൽ കയറി പ്രാർത്ഥിച്ചിട്ട് എല്ലാം കാണാം കേട്ടോ. ഇവിടുന്ന് വഴിപാട് കഴിക്കുകയാണ്. ലഡു കിട്ടുന്ന വഴിപാട് കഴിച്ചിട്ട് ലഡു എടുത്തിട്ട് കാണാം. എന്നിട്ട് ഒരു വെറൈറ്റി സംഭവം കണ്ടു. ഹനുമാൻ്റെ പ്രതിഷ്ഠ ഞാൻ അധികം കണ്ടിട്ടില്ല. ഇത് ഹനുമാൻ്റെ പ്രതിഷ്ഠ കേട്ടോ. ഹനുമാനെ തൊഴുതിട്ട് പോവുകയാണ്. ലഡു വാങ്ങാൻ വേണ്ടി പോവാണ്. ഇപ്പം എൻ്റെ ലുക്ക് എന്ന് പറയുന്നത് വെസ്റ്റേൺ ഗായ് വിത്ത് ഭക്തി യൂണിറ്റ്. ശ്രദ്ധിച്ച് ഫുള്ള് ലുക്കാണ് കേട്ടോ. സാവണ്ട എൻ്റെ ലുക്ക് കണ്ടിട്ട് എന്താണ് ശ്രദ്ധിച്ചു പറഞ്ഞാൽ വെസ്റ്റേൺ ഗായ് വിത്ത് ഭക്തി ഇരിക്കട്ടെ. ഫുൾ ഔട്ട് ഫിറ്റ് കാണിച്ചിട്ട് മൈ ക്യാമറാമാൻ വിവേട്ടൻ അവിടുന്ന് ലഡു വാങ്ങാൻ. ലഡു കിട്ടി ഗൈസ്, കിട്ടി ലഡു കിട്ടി. നമ്മളെ ലഡു അയ്യോ ചെരുപ്പെടുത്തില്ല. ലഡു കഴിക്കുന്ന കള്ളൻ, ലഡു കള്ളൻ. എവിടെ മനുഷ്യങ്ങൾ തിന്നാൻ വന്നെയാണോ? അടുത്ത ആള് ആവുന്നില്ല. നമ്മൾ പ്രസാദം കഴിക്കുകയാണ്. എത്ര കേട്ടാ? 2 പൗണ്ടോ? ഒന്നും കൂടി വാങ്ങണോ വീട്ടിലേക്ക് അവർക്ക്? ഞാൻ പൈസ തരാം. ഒന്നും കൂടി വാങ്ങിച്ചു തരും. ആ പ്രശ്നമൊന്നുമില്ല. നമ്മൾ ലഡു വാങ്ങിയിട്ടുണ്ട്. അല്ല ഇത് അപ്പം എങ്ങനെ നോക്കട്ടെ. എൻ്റെ ഫ്രണ്ട് വ്യൂ അമ്പലത്തിൻ്റെ നല്ല അമ്പലം കേട്ടോ. ഇവിടെ എൻ്റെ വ്യൂ കാണിച്ചു തരാം. ഇവിടുത്തെ കൊടിമരം. നമ്മൾ ലഡു വാങ്ങി കഴിഞ്ഞിട്ട് അപ്പുറത്ത് വേറെ എന്തോ അന്നദാനത്തിൻ്റെ എന്തോ ഉണ്ട്, അത് നമ്മൾ നോക്കും. ഇവിടെ എന്തോ അടച്ചിട്ടുണ്ട്. ഗണേശൻ്റെ ഇത് അടച്ചിട്ടുണ്ട്. എന്തോ പ്രതിഷ്ഠേൻ്റെ എന്തോ റെഡിയാക്കാൻ. അവിടെ മുരുകൻ്റെയാണ്. ആ ഭാഗത്ത് മുരുകൻ്റെ സാധനമുണ്ട്, അതും അടച്ചിട്ടാണല്ലോ. എന്തോ പ്രതിഷ്ഠ അല്ലേ സുധേച്ചി? പ്രതിഷ്ഠേൻ്റെ പണിയല്ലേ? എൻ്റെ വ്യൂ കൊള്ളാം. അമ്പലം സുധേച്ചി വിവേകേട്ടൻ ഈസ് കമ്മിങ് ഈസ് ദർ. അപ്പം നല്ലൊരു മൂഡ്. ഏത് നമുക്ക് അമ്പലത്തിൽ കയറിയല്ലോ ഒരു പോസിറ്റീവ് ഒരു ഓരോ കിട്ടാനുണ്ട്. അതെല്ലാവർക്കും കിട്ടുന്നതായിരിക്കും. രസമാണ്. വെറുതെ നടക്കു പോയി അമ്പലത്തിൽ ഇരിക്കാനുള്ളൊരു മൈൻഡ് റീഫ്രഷിങ് ആണ്. സോ അങ്ങനെ UK കുറച്ച് കാലത്തിന് ശേഷം ആ ഒരു ഇത് കിട്ടി. നാട്ടിൽ നിന്ന് ഇപ്പം വന്നിട്ട് 1.5-2 കൊല്ലമായി.
നമുക്ക് ഈ മൂഡ് ഇപ്പോൾ കുറേ കാലത്തിന് ശേഷം ഇപ്പോൾ കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ട് നമുക്ക്. നമ്മൾ ലഡുവെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു പ്രസാദം ഉണ്ടാവും, അവിടെ പോയി കഴിച്ചിട്ട് കുറച്ച് കഴിഞ്ഞാൽ ഇറങ്ങും. കഴിക്കാൻ വന്നതാണ്, അതേപോലെ പ്രാർത്ഥിക്കാനും എല്ലാം കൂടി വന്നതാണ്. ശിവൻ്റെ അമ്പലമാണെന്ന് തോന്നിട്ട്, ഇത് ശിവൻ്റെ പ്രതിഷ്ഠയാണെന്ന് തോന്നുന്നു. അവിടെ എൻ്റെ ഉള്ളിൽ ശിവൻ്റെ പ്രതിഷ്ഠ. അതെ, നമ്മളെന്തായാലും ഉള്ളിൽ കയറിയിട്ട് ശിവൻ്റെ ഇത് ആക്കുന്നില്ല. കുറച്ച് ദൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് 2.5 മണിക്കൂറുണ്ട്. ലിവർപൂളിൽ നിന്ന് വരുന്നവർക്ക് 2.5 മണിക്കൂർ. ബർമിംഗ്ഹാമിൻ്റെ അടുത്തായി. വെസ്റ്റ് ബ്രോമിലാണ് വരുന്നത് കേട്ടോ അമ്പലം. UK ഉള്ളവർക്ക് വരാൻ. ബാബേൻ്റെ എല്ലാം ഉണ്ട് കേട്ടോ ആഗ്രഹം. പിന്നെ സായിബാബേൻ്റെ, പിന്നെ ഇത് അനന്തശയനത്തിൻ്റെ ഒരു പ്രതിമ ഇവിടെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് പൂളിൽ. കാണിച്ചു തരാം. പ്രതിഷ്ഠ കൊള്ളാം. കുറേ സ്കൾപ്ചേഴ്സ് ഉണ്ട് ഇങ്ങനത്തെ. മൊത്തത്തിൽ നൈസായിട്ട് ബിൽഡ് ചെയ്തിട്ടുണ്ട് സംഭവം. നല്ല ഏരിയയും ഉണ്ട്, നല്ലൊരു പാർക്ക് ഏരിയയിൽ സെറ്റപ്പ് ആക്കിയതാ മൊത്തം. അവിടെ ഗണേശനാണ്, ഇവിടെ മുരുകനാണ്. രണ്ട് അടച്ചിട്ടാണല്ലോ എന്തോ വർക്ക് കാരണം. നമ്മൾ ഇവിടെ ഒരു പ്രസാദം കിട്ടും, അപ്പോൾ അത് കഴിക്കാൻ പോകാം കേട്ടോ. നമ്മൾ പിന്നെ അല്ലെങ്കിൽ നിങ്ങൾ പൈസ വാങ്ങിയിട്ട് പ്രസാദിപ്പിക്കാൻ നിൽക്കാൻ എന്ത് നമുക്ക് തോന്നിയിട്ടൊന്നുമില്ല. ആണ് പോവാത്ത തൊഴുക വരിക അല്ലേ? ഇതാവൂല എനിക്ക് പറ്റിയ സ്ഥലം. എന്താണ് ഗൈസ്, പാർക്കെല്ലാം ഉണ്ട് പിള്ളേർ. നമ്മളപ്പം ഇതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഉള്ളിലാട്ടോ, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കഴിച്ചിട്ട് ഇവിടെ നിന്നൊരു പ്ലേറ്റ് എടുത്ത് എനിക്ക് കുറച്ചെടുക്ക്, അതെല്ലാവർക്കും വേണ്ടേ. ഒരു കയ്യിലങ്ങനെ എടുത്ത് കേട്ടെ അത് കുറച്ചെടുക്കുക, അതന്നെ പുളിയാക്കും. എടുക്കാൻ ഒന്നല്ല, ഞാൻ കഴിക്കുന്നില്ല. അപ്പോൾ വേട്ടൻ എനിക്ക് തരണം. കുറച്ചും കൂടി കുറച്ചും കൂടി ഇതെന്താ? അല്ല സെയിമാണ്, അത് സെയിമാണ്. ഓക്കെ അല്ലേ? സെയിമല്ല, സെയിമാണോ? അവിടെ ഇരുന്ന് കഴിക്കാം, നമുക്ക് അവിടെ ഇരുന്നിട്ട് കഴിക്കാം. ഓക്കെ, ഇത് ഇവിടെ ഇരുന്നിട്ട് കഴിക്കാൻ പോകാൻ കേട്ടോ ഗൈസ്. കഴിച്ചു കാണാം. ഇത് സെക്കൻഡ് ടൈം എടുത്തു ഗൈസ്, നല്ല ടേസ്റ്റ് ഉണ്ട്. വെച്ച് പാർക്കിലേക്ക് ഇറങ്ങുന്ന പാർക്കിലേക്കാണ് നമ്മൾ. 2 കുട്ടികൾ ഇവിടെ പാർക്കിലുണ്ട്, വിവേക് കുട്ടിയും ശ്രുതി കുട്ടിയും. 2 കുട്ടികൾ ചെറിയ ഒരു വാവ കളിക്കുന്നുണ്ട്. കളിക്കുന്ന നല്ല രസമുണ്ടല്ലേ? അപ്പോൾ ഓക്കെ, ഷാൽ വി ഗോ? ലെറ്റ്സ് ഗോ. സുധേച്ചി പറയാണ്, സുധേച്ചിനെ അതൊന്നും ഇടരുത്. നമ്മൾ പക്ഷേ ഇടും. നമ്മളിത് അൺഫിൽറ്റഡ് വേർഷൻ ഓഫ് ദിസ് ആണ്. ഏത്? അത്. അപ്പം നമ്മൾ അങ്ങനെ അമ്പലത്തിൽ നിന്നും ഇറങ്ങാൻ പോവുക കേട്ടോ. എന്നാലും ഇറങ്ങിയിട്ട് കാണാം. ഇതാട്ടോ നമ്മളെ വണ്ടി, വേട്ടൻ്റെ വോക്സോൾ വണ്ടി, വോക്സോൾ കോഴ്സ. ഇതിലാണ് നമ്മൾ വന്നത്. വേട്ടൻ സുധേച്ചിനും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സുധേച്ചി വെള്ളം വാങ്ങാൻ പോയിട്ടാണുള്ള. വെള്ളം വാങ്ങാൻ പറഞ്ഞു ഫ്രൂട്ടി വാങ്ങിയ സുധേച്ചിയാണ് നമ്മുടെ താരം. ഫ്രൂട്ടി. നമ്മളെ വണ്ടി പാക്ക് എടുക്കുകയാണ്. വേട്ടാ വണ്ടി എടുത്തോ വേട്ടാ. സോ ഈ ഗൈസ്, ഇതോടുകൂടി നമ്മുടെ അമ്പലം വ്ലോഗ് ഫിനിഷ് ആവുകയാണ്. എല്ലാവർക്കും ഒരു ഗുഡ് ഡേ ആശംസിച്ച് നമ്മൾ അമ്പലം വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. വണ്ടി കയറുകയാണ്. ടാറ്റാ ബൈ, സ്റ്റേ ഹാപ്പി ഗൈസ്, ബൈ. നമ്മൾ എത്തിയിരിക്കുന്നു അവർ വീട്ടിൽ. ഇതെൻ്റെ വണ്ടി കേട്ടോ, മൈ ന്യൂ വെഹിക്കിൾ. നമ്മൾ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന അത്ര, അതിന് മുമ്പേ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചാട്ടോ. എങ്ങനെയുണ്ട് ഗൈസ്? ഞാൻ ഫ്രണ്ട് വ്യൂ കാണിച്ചു തരാം.
ഫ്രണ്ട് വ്യൂ കാണിച്ചു തരാം. ഇഷ്ടപ്പെട്ടാൽ പറയട്ടോ. മൈ ന്യൂ വെഹിക്കിൾ ഓടി കമൻറ്റ് ചെയ്യൂ. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ ചെറിയൊരു വ്ളോഗാണ്. പെട്ടെന്ന് തീരുമാനിച്ച ഒറ്റ മൈൻഡിൽ നമ്മൾ അമ്പലത്തിൽ പോയി വന്നു. നല്ലൊരു ട്രിപ്പ്. ഹാപ്പി അല്ല നല്ല ദർശന വീഡിയോ എല്ലാം ആയില്ലേ? അടിപൊളിയായിരുന്നു. ഹാപ്പി. സോ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. സോ സ്റ്റേ ഹെൽത്തി. Bye bye guys. It's Smile by Shravan. See you later. Game over.